പഴശ്ശി ഡാമിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പം വെള്ളം ഏകദേശം വറ്റിയിട്ടാണുള്ളത്. മഴയില്ലാതെ കാരണം വെള്ളം തീരെ കുറവാണ്. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മട്ടന്നൂരാണ്. അതായത് മട്ടന്നൂരിൽ നിന്നും പഴശ്ശി അണക്കെട്ടിലേക്ക് പോകുന്ന വഴിയിലായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അതായത് പഴശ്ശി അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നും പറയും പോലെ എൻ്റെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവിധ സപ്പോർട്ടും തരിക. ഓക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പഴശ്ശിയിലേക്ക് പോകുന്ന അതിൻ്റെ റോഡിലെ ഭാഗത്തായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം. ഓക്കെ. ഓട്ടോയിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ഏകദേശം നമ്മളൊരു ഉച്ചയായിട്ടുണ്ട് ഇവിടുത്തെ. ഇപ്പം ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 40 രൂപയാണ്. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ 3 പേർക്ക് 120 രൂപ കൊടുത്ത് ഞങ്ങൾ കയറി. ഇപ്പോൾ കയറിയപാടെ കാണുന്ന ഒരു പാലമാണിത്. ഇത് കടന്നിട്ട് വേണം ഇപ്പുറത്തെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പുറം കടന്നപാട് നമുക്ക് കാണാൻ പറ്റുന്നത് അതിമനോഹരമായിട്ട് നിർമ്മിച്ച ഗാർഡൻ ഒക്കെ കാണാം. ഒരു കാട്ടിനുള്ളിലായിട്ട് തന്നെ യാണ് ഈ ഒരു പാർക്കും മറ്റ് ആക്ടിവിറ്റീസൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വന്ന സമയത്ത് ഇന്ന് ഉച്ച സമയമായതുകൊണ്ടും മാത്രമല്ല ഈ ഒരു സമയത്ത് എക്സാമൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബോട്ടിങ്ങും എല്ലാം ഉണ്ട്. എല്ലാം വഴിയാണ് നമുക്ക് കാണാം. കാണുന്ന പോലെ അവിടെയൊക്കെ ബോർഡൊക്കെ പഴശ്ശി ഡാമിൻ്റെ ബോർഡും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയ പാടെ നമുക്ക് കാണാം. അപ്പോൾ ഈ കാണുന്നില്ലേ, ഇത് നല്ലൊരു ഗാർഡൻ്റെ ഉള്ളിലായിട്ട് തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പിന്നെ കാണുന്നത് ഇപ്പോൾ അവിടുന്ന് താഴോട്ട് ഇറങ്ങിയാൽ കാണുന്നില്ലേ, ഇവിടെ സ്റ്റേജ് ഉണ്ട്. ഒക്കെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഇവിടുന്ന് പരിപാടിയും ഇവിടെ കാണികളിലേക്ക് ഇരിക്കാൻ വേണ്ടി നല്ല അതിവിശാലമായ സ്ഥലം തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാ സമയത്തും പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ വളരെ കാലിയാണ് ഈ ഒരു സമയത്ത്. ഇവിടുന്ന് പരിപാടിയും അവിടുന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ സാധാരണ ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ രാത്രി 7 മണി വരെയാണ് സമയം, ഇവിടെ കയറേണ്ട സമയം. ഞായറാഴ്ച 1 മണിക്കൂർ അധികം കിട്ടും, 8 മണി വരെ ഉണ്ടാകും. കുട്ടികൾക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. അതുപോലെ ഒപ്പം വരുന്ന തിരിക്കാനും പല കാഴ്ചകൾ കാണാനുള്ള കാഴ്ചകളൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ചായ കുടിക്കാനും ഐസ്ക്രീം കഴിക്കാനും എല്ലാവിധ സൗകര്യങ്ങളും ഇതിനുള്ളിലായിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറം ഇപ്പുറത്തായിട്ടൊക്കെ പലതും നമുക്ക് കാണാനൊക്കെ ഉണ്ട്. മേലോട്ടൊക്കെ കയറിപ്പോയാൽ പലതും കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ പൊരി വെയിലും അതിന് ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമേ ഇപ്പം കാണിക്കുന്നുള്ളൂ. ഇവിടെ പീറ്റത്തൊട്ടിലുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ബോട്ടിംഗ് പെഡൽ ബോട്ടിങ്ങിലേക്കുള്ള വഴിയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. പോകുന്ന വഴിയിലായിട്ട് ഈ കാണുന്നത് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് കുളിക്കാനും നീന്തി കളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്. ഇവിടെ ഈ സമയത്തായിട്ട് വെള്ളം ഇതിൽ നിറച്ച് വെക്കും. അതിലോട്ട് ഊരിയിട്ട് വെള്ളത്തിലേക്ക് വീഴുക. കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സൗകര്യം എന്തായാലും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കുളിയൊക്കെ കഴിഞ്ഞ് അപ്പുറത്തായിട്ട് ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ക്ലിയർ വെള്ളമാണ്. പിന്നെ പോകുന്ന വഴിയിലായിട്ട് ഊഞ്ഞാലാടാനുള്ള സൗകര്യമുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെയാണ് പെഡൽ ബോട്ടിൽ കയറണമെങ്കിൽ ഈ വഴിയിലൂടെ പോകണം. പോയിട്ട് അങ്ങേ അറ്റത്താണ്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല, എൻ്റെ ബാക്കിൽ കാണുന്ന അങ്ങോട്ടാണ് പെഡൽ ബോട്ട് കയറാനുള്ള സൗകര്യം ഉള്ളത്. അപ്പോൾ അവിടെ സൈഡിലായിട്ട് ഇപ്പോൾ ആൾ കുറവായത് കൊണ്ട് സർവീസ് ഇല്ല. എന്നാലും ഉള്ള ആൾക്ക് വേണ്ടിയിട്ടുള്ള 1-2 ബോട്ട് അവിടെ കാണാൻ പറ്റും. എൻ്റെ ബാക്കിലായിട്ട് കാണുന്നില്ലേ, അവിടെ കാണാൻ പറ്റും. അതുപോലെ ഇതാ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് അത് ഡാം ദൂരെ കാണുന്നില്ലേ. അപ്പോൾ അത്രയും കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാനുള്ളത്.
ഒന്നുകൂടെ വിശദമായിട്ട് കാണിച്ചു തരാം. അതായത് പെഡൽ ബോട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വലതുഭാഗത്തായിട്ട് കാണുന്ന ഡാം. മഴയില്ലാത്തത് കൊണ്ട് വെള്ളം വളരെ കുറവാണ്. മഴ ഉള്ള സമയമാണെങ്കിൽ ഒരു ഭീകരാന്തരീക്ഷം പോലെ ഇങ്ങനെ കുത്തി ഒഴുകുന്ന വെള്ളം ഇതിൻ്റെ മുകളിലായിട്ട് മുകളിലൂടെ ഒഴുകി വരും. അതൊക്കെ ഇത് സമയത്ത് ഇത് ഒരു എന്താ പറയുക, കുത്തി ഒഴുകി തകരുന്ന രീതിയിൽ പോയിട്ടുണ്ടെന്നാണ് ഇവിടുന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടുന്നാണ് ഈ ഒരു വിശാലമായ സ്ഥലത്ത് നിന്ന് ഇപ്പം ബോട്ടിങ് നടക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആൾ കുറവാണ്. നമ്മൾ വന്ന വഴി തന്നെയാണിത്. അതിലൂടെ ഒന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോകണം. മുമ്പോട്ട് പോയിട്ട് ഒരു ഇറക്കം ഇറങ്ങിയിട്ട് വേണം പെഡൽ ബോട്ടിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. അപ്പുറം ഇപ്പുറമൊക്കെ കാടാണ് കേട്ടോ. നല്ല പണ്ടൊക്കെ പഴശ്ശി എന്താണെന്ന് പറയില്ല, അതിൻ്റെ ചരിത്രങ്ങളിലൊക്കെ ഒരുപാട് അറിയാനുണ്ട്. നമുക്ക് അറിയാണ്ട് പറയുന്നത് ശരിയില്ല. അങ്ങനെ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണും കാടും ആണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് പെഡൽ ബോട്ടിൻ്റെ ഇവിടെ നിന്ന് ബോട്ട് യാത്ര ചെയ്യുന്നത്. നല്ല രസമുണ്ട് കാണാനല്ലോ. പക്ഷെ ആളൊക്കെ കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ്. പൊതുവെ ഇവിടെയൊക്കെ നല്ല വിനോദസഞ്ചാരികളെല്ലാം വരുന്ന സ്ഥലമാണിത്. എത്രയും ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ പിന്നെ ബോട്ടിംഗ് കേന്ദ്രത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആള് കുറവാണ്. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ഈ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ അവിടെ ഉണ്ട്. അവരോട് പറഞ്ഞിട്ട് അവരാണ് നമ്മളെ ഇതിൽ കയറ്റുന്നത്. അതായത് ഒരാൾക്ക് 100 രൂപയാണ് ചാർജ്. ഒരു പെഡൽ ബോട്ടിൽ 4 ആൾ സഞ്ചരിക്കാൻ പറ്റും. മുമ്പിന്ന് 2 ആൾ കാല് കൊണ്ടിങ്ങനെ ചക്രം തുഴയാന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ വരുന്ന വഴിയിൽ അവരെ കൂട്ടിയിട്ട് വേണം. അവരോട് ഇങ്ങനെ ഇതിൽ കയറാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കൂടെ വരും. എന്നിട്ടാണ് അവരുടെ അടുത്താണ് പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് കാണുന്ന ദൂരക്കാഴ്ചയാണിത്, ഈ അണക്കെട്ട്. മെയിനായിട്ട് നമ്മളിത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാണുന്നില്ലേ? അപ്പോൾ അതിൻ്റെ എത്ര ഈ ഒരു ദൂരത്തായിട്ടാണ് പെഡൽ ബോട്ട് ഉള്ളത്. അപ്പോൾ മഴക്കാലത്ത് ഇത് ബോട്ടിംഗ് ഉണ്ടോ എന്നുള്ള അറിയില്ല, ഒന്നും വ്യക്തതയില്ല. എന്നാൽ അത് ചോദിക്കാനൊന്നും ഇവിടെ ആരുമില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മളിങ്ങോട്ട് എത്തിപ്പോയി. ഇനിയിപ്പോൾ പോകുന്ന വഴിയില്ലാതെ കണ്ട് ചോദിക്കണം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രയാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ദൂരെ കാണുന്ന ആ ഡാമിൻ്റെ മുകളിൽ പോയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. ഓക്കെ, അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ കേര്യപാട് മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചിട്ട് വേണം ഇതിൻ്റെ മുകളിൽ പോകാൻ. അപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നേരിട്ടിട്ട് ഡാമിൻ്റെ മുകളിലുള്ള അപ്പോൾ അതെ. അപ്പം ഇവിടെ ഈ കുപ്പി എന്നാലോടല്ല, വെള്ളത്തിൻ്റെ കുപ്പി, പ്ലാസ്റ്റിക് ബോട്ടിൽ നാലോടല്ല കേട്ടോ. അതാണ് പറഞ്ഞത് 5000 രൂപ ഫൈനാണ്. അപ്പോൾ അതിമനോഹരമായ കാഴ്ച തന്നെ നമുക്ക് മനോഹരമായ കാഴ്ച തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നും കാണാനുണ്ട്. ഇതിൻ്റെ മുകളിൽ വന്നാൽ ഇത് കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അപ്പം വെള്ളം കുറവാണ്. ഈ ഡാമിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇത് ഒരു പാലം കൂടിയാണിത്. അപ്പോൾ ഇഭാഗത്തായിട്ട് ഈ വെള്ളം വളരെ കുറവാണ്. ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് വെള്ളമില്ല. അതേ സ്ഥാനത്ത് മറുഭാഗത്തായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. നല്ല ശാന്തമായിട്ട് തന്നെ വെള്ളം ഇവിടെ കാണാൻ പറ്റും. പിന്നെ മഴക്കാലത്താണെങ്കിൽ ഭയങ്കര കുത്തിയൊഴുകുന്ന രീതിയിലായിരിക്കും. ഇതിലൂടെ ഒക്കെ പോകാൻ തന്നെ ഭയമായിരിക്കും. അത്രയും ദൂരം നോക്കുമ്പോഴൊക്കെ ശരിക്കും ഈ അണക്കെട്ട് ഇതറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഇതിന് മേലെ ഉള്ളത് വന്നപ്പോൾ അത്ര ഇതിൻ്റെ വലിപ്പം അറിയുന്നില്ല. ഏതായാലും അങ്ങ് ദൂരത്തെ നല്ല അതിമനോഹരമായ കാഴ്ച തന്നെ നമുക്ക് കാണാൻ പറ്റും.
ഞങ്ങളിപ്പോൾ നേരത്തെ കാണിച്ച സ്ഥലം, അതായത് പെഡൽ ബോട്ട് ഇരിക്കുന്ന ഈ ഒരു സ്ഥലം ഇവിടുന്ന് നോക്കിയാൽ കാണാം. ആ ദൂരത്തായിട്ടുള്ള അവിടെയാണ് നേരത്തെ പെഡൽ ബോട്ട് ഇരിക്കുന്ന ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്ഥലമാണ് അവിടെ. ഏതായാലും പിന്നെ അധികം വീഡിയോ ഒന്നും ഇവിടുന്ന് കവർ ചെയ്യേണ്ടതില്ല, കാരണം പൊരി വെയിലാണ്, അധികം ഇവിടെ നിൽക്കാനും പറ്റുന്നില്ല. ഏതായാലും ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇരുട്ടി പഴശ്ശിയിലെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഇത്ര നല്ല കുറേ ഉണ്ട്. ഇനി അധികം വീഡിയോ ലെങ്ത് ആക്കണം വിചാരിച്ചിട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. നമ്മൾ തിരിച്ചു പോകണം. മാത്രമല്ല പൊരി വെയിൽ, ഒന്നാമത് തന്നെ പ്രശ്നം. ഇവിടെ വന്ന സമയം നമ്മൾ സെലക്ട് ചെയ്തതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എത്തിയതാണ്. പക്ഷേങ്കിൽ ഒരു വെയിലാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ വേണ്ട പോലെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിൽ കൂടെ എത്തിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള എല്ലാവിധ സപ്പോർട്ടും തരിക. ഓക്കെ, ഇനി വേറൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.